ആരോപണമല്ല, എനിക്ക് കിട്ടിയ ഒരു അലേർട്ടാണ്. ആപ്പിളിൻ്റെ ഒരു അലേർട്ട് ഫോണിൽ വന്നതാണ്. എൻ്റെ ഫോണിന് അവർ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്വിപ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായി ഞാൻ അത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ നോട്ടീസ് അടക്കം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ചോർത്തുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ് എൻ്റെ ഫോണിൽ ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബറിലുണ്ടായിരുന്നു. അന്ന് ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഈ കാര്യം അറിയിച്ചിരുന്നു, പാർലമെൻറ്റിൽ അറിയിച്ചിരുന്നു. ഗവൺമെൻറ് അത് നിഷേധിച്ചു. പക്ഷേ വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ യാതൊരു വിലയുമില്ല. വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ഏത് ഏജൻസിക്കും കഴിയുമെന്ന് പെഗാസസിലൂടെ അവർ തെളിയിച്ചതാണ്. അവർ വീണ്ടും ആവർത്തിക്കുകയാണ്. വേറൊന്ന്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കപ്പെടുന്നതിന് അവരെന്ത് കുൽസിത മാർഗവും ഉപയോഗിക്കുന്നുള്ളതിന് തെളിവ് കൂടിയായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. സംശയമില്ല, ജനാധിപത്യത്തിൻ്റെ മുഖം തന്നെ മാറ്റുന്നു. സർക്കാരിൽ ഇത്രയേറെ തിരിച്ചടികൾ ഉണ്ടായിട്ടും അവർ പാഠം പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. അത് ഞങ്ങൾ പാർലമെൻറ്റൊക്കെ സമ്മേളിക്കാൻ പോകണമല്ലോ 22-ന്. ഞങ്ങൾ കൂട്ടായിരുന്നു ആലോചിച്ച് തീരുമാനം. ഇത് എൻ്റെ ഒറ്റപ്പെട്ട വിഷയമല്ലല്ലോ. പാർട്ടി ആലോചിച്ച് പാർട്ടി തീരുമാനം എടുക്കും. അല്ല, എനിക്ക് മാത്രമേ ഇപ്പോൾ കിട്ടിയത്, മറ്റു ചില ജേർണലിസ്റ്റുകളിലൊക്കെ കിട്ടിയെന്ന് കേട്ടുന്നുണ്ട്. ഞാൻ കേട്ടു. മകളും കഴിഞ്ഞ ദിവസം ഇതേ ആരോപണം ഉന്നയിച്ചു വന്നിരുന്നു. അതുകൊണ്ട് ഒന്നിച്ചൊരു നീങ്ങൽ നേരത്തെ പെഗസസ് ആരോപണം ഉണ്ടായപ്പോൾ പാർലമെന്റിനകത്തും അല്ല, വരട്ടെ, അതെന്താണെന്നുള്ള വരട്ടെ, നോക്കാം. ഭരണഘടന ഹത്യ ജൂൺ 25 ഭരണഘടന ഹത്യാ ദിവസമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് ഭരണഘടനാ ഹത്യാ ദിനമായി അവർ പ്രഖ്യാപിച്ചത് അവർക്ക് എന്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഭരണഘടന ഇല്ലാതാക്കാനും മാറ്റാനും അവർ നടത്തിയ ശ്രമത്തിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടിയിലുള്ള ജാള്യത കൊണ്ടാണ് ഇതിപ്പോൾ കൊണ്ടു കിടക്കുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് ഭരണഘടന മാറ്റണമെന്നുണ്ടായിരുന്നു, 400 സീറ്റിലപ്പുറം കിട്ടുന്നുണ്ടായിരുന്നു. അത് കിട്ടാതെ വന്നപ്പോൾ, അതിലുണ്ടായ തിരിച്ചടി വന്നപ്പോൾ അത് മറച്ചു പിടിക്കാനുള്ള ജാള്യതയായിട്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ കാണുന്നത്. ജനം ഇപ്പോൾ കാണുന്നുണ്ട് ആരാണ് ഭരണഘടന ലംഘിക്കുന്നത് എന്നൊക്കെ ആരൊക്കെ കാണുന്നുണ്ട്. അത് ജനങ്ങൾ വീണ്ടും വിലയിരുത്തും, മനസ്സിലാക്കിക്കൊണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പിന്നെ ഇപ്പം ജനങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ജവാൻ്റെ ഫാമിലി റിയാക്ട് ചെയ്യുന്നത് കണ്ടില്ലായിരുന്നോ? രണ്ടിടത്ത് കണ്ടു നമ്മൾ. ഒന്ന്, അഗ്നിവീറിൻ്റെ കാര്യം രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഉന്നയിച്ചു. അത് സത്യമല്ലെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. സത്യമാണെന്ന് ഞങ്ങൾ തെളിയിച്ചു. അത് കഴിഞ്ഞ് പണം കൊടുക്കാൻ പോയി. അത് റിപ്പോർട്ട് ചെയ്യാനൊരു മാധ്യമപ്രവർത്തകൻ പോയി. ആ മാധ്യമപ്രവർത്തകൻ്റെ അടുത്തുള്ള പ്രതികരണം നമ്മൾ കണ്ടു. ഇന്നലെ രാഹുൽ ഗാന്ധി ധരിക്കുന്ന ഷർട്ടിനെ കുറിച്ചാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം, അദ്ദേഹത്തിൻ്റെ വേഷത്തെക്കുറിച്ച്. അതിന് ഒരു മാട്രിയസ് ഫാമിലി നൽകിയ മറുപടിയും നമ്മൾ കണ്ടു. ഇപ്പോൾ എല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.